ബൈക്കിൽ പെട്രോൾ തീർന്ന് വഴിയിലായ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കും യുവാവ് പരാതി നൽകി. ജോനകപ്പുറം സുറുമി മൻസിലിൽ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി S. നാസറുദ്ദീൻ്റെ മകൻ റിജിനാസിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി അസ്രാം ക്രൈംബ്രാഞ്ച് ഓഫീസിന് അടുത്ത് വെച്ച് എൻ്റെ ബൈക്കിൻ്റെ എണ്ണ തീരെ ഞാൻ സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പെട്രോൾ അടിച്ചിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നപ്പോൾ രണ്ടുപേര് ബൈക്കിൽ ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവർക്കും അവർ ബൈക്കിൽ കറങ്ങി 2 പ്രാവശ്യം പോയി കറങ്ങി വന്ന് എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വണ്ടിയിൽ പെട്രോൾ തീർന്നിരിക്കുന്നു, അത് നീയൊക്കെ ബൈക്ക് മോഷ്ടിക്കാൻ വന്ന് നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു സ്വാഭാവികമായിട്ട് പോലീസുകാരെന്ന് അറിയുന്നില്ല, സിവിൽ ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്, അവിടെ വെച്ചാരും ചെയ്യേണ്ട ആവശ്യം, അവിടെ ക്യാമറ ഉണ്ട്, അവിടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളാരാന്ന് ചോദിച്ചു. അത് ഞാൻ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് പുള്ളി ഹാൻഡിക്യാപ്പ് എടുത്ത് കയ്യിലിട്ടു. എന്നിട്ട് ഫസ്റ്റ് മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു. വീണ സമയത്ത് ബാക്കിലിട്ട് ചവിട്ടി ഒരുപാട് മൊത്തം ചെയ്തത്. മുഖം മൊത്തവും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ധരിച്ച് വെച്ചേക്കും. ഇതിപ്പോൾ അവർ ചെയ്തതാണ്, ഈ ഒരു ഇത് ഹാൻഡിക്യാപ്പ് ഇട്ട ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ പുള്ളി ഹാൻഡിക്യാപ്പ് സമയത്ത് എൻ്റെ ഫ്രണ്ട് ഈ പെട്രോളായിട്ട് വന്ന സമയത്ത് പുള്ളി ഓടി വന്ന് ഹാൻഡിക്യാപ്പ് ഊരാൻ പോയി. ഞാൻ പറഞ്ഞു ഊരേണ്ട ആവശ്യമില്ല, സ്റ്റേഷനിൽ ചെന്നിട്ട് ഊരിയാൽ മതി, എന്ത് കാരണത്തിലാണ് എന്നെ ഇട്ടതെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരുവിധം സമ്മതിക്കാതെ കൺട്രോൾ റൂം വണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ആ പോലീസ് സാറിനെ വണ്ടി കയറ്റണം. അവരും പ്രതി തന്നെയാണ്, ഞാൻ എന്നെ എന്തിനാ മർദ്ദിച്ചെന്നറിയാം, വെറുതെ നിൽക്കുന്നവരടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പോലീസുകാർ പതുക്കെ അവരെ അങ്ങ് പറഞ്ഞു എസ്കേപ്പാക്കി വിട്ടു. എന്നെ നേരെ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആയി. അവിടെ അത് ഡോക്ടറെ അടുത്ത് മോശം എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്നോട് ഇവിടെ മദ്യപിച്ചിട്ടുണ്ട്, ഇവിടെ മൊത്തം മറിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന റിജിനാസ് 2 ആഴ്ച മുമ്പാണ് അസുഖബാധിതനായ സഹോദരനൊപ്പം നാട്ടിലെത്തിയത്. ഇന്ന് തിരികെ പോകാനിരിക്കുമ്പോഴാണ് പോലീസിൻ്റെ ഈ ക്രൂരത അരങ്ങേറിയത്. വൈകുന്നേരം എനിക്ക് ഫ്ലൈറ്റ് ആയിരുന്നു, തിരിച്ച് ദുബൈയിലേക്ക് പോകാനുള്ളതായിരുന്നു. ഞാൻ ഇപ്പോൾ ലീവിന് വന്ന് നിന്നതാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ആ ടിക്കറ്റും ക്യാൻസലായി പോകാൻ പറ്റാത്തൊരവസ്ഥയായി ചെയ്യുക. ഇതുകൊണ്ട് ബാക്ക് പെയിൻ, അതായത് ഇവിടെ മൊത്തം ചതവുണ്ട്. ഡോക്ടർ വന്ന് അതിൻ്റെ സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ബാക്കിൽ നല്ല ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിലോട്ടോട്ട്. പിന്നെ ഈ മൂക്കിൻ്റെ ഇവിടെ പൊട്ടിയിട്ട് ബ്ലഡ് വന്നൊരു ഫ്രാക്ചർ ഉണ്ട് ഉള്ളിലോട്ട് മൊത്തത്തിൽ. പിന്നെ ഈ കൈക്ക് ഇവിടെ ഒന്ന് കൊണ്ട് താഴോട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. അത് വിലം കെട്ടിട്ട് പുള്ളി എന്നെ പിടിച്ച് വലിച്ചു. വിലം കെട്ടിന് ശേഷം പുള്ളി എന്നെ അത് പിടിച്ച് വലിക്കുകയാണ്.